ഈ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ എന്തായി? ഒന്നും ആയിട്ടില്ല. അതിന് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ പുനരധിവാസം നടക്കൂ. പൈസ ഇല്ലേ? സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 677 കോടി രൂപയുണ്ട്. ഇത് കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 923.02 കോടി രൂപയുണ്ട്. എന്നിട്ട് പൈസ ഇല്ലെന്ന് എങ്ങനെ പറയാം? ഈ 923 കോടിൻ്റെ കണക്കെന്താ? അതായത് CMDRF വെബ്സൈറ്റിലെ കണക്കനുസരിച്ച് 2018-19 പ്രളയ സമയത്ത് 4970.29 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. ഇതിൽ 4738.77 കോടി രൂപ ചെലവായി. കോവിഡ് സമയത്ത് 1129.74 കോടി രൂപയായിരുന്നു ലഭിച്ചത്. ഇതിൽ 1111.15 കോടി രൂപ ചെലവായി. ബാക്കി 280.11 കോടി രൂപ. ഇതിൻ്റെ കൂടെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി മറ്റ് ജനങ്ങൾ സംഭാവനയായിട്ട് നൽകിയതും സർക്കാർ ജീവനക്കാർ സാലറി ചലഞ്ച് വഴി ലഭിച്ചതുമായിട്ടൊക്കെയുള്ള 672.91 കോടി രൂപയും കൂടെ ചേർത്ത 923.02 കോടി രൂപ. പക്ഷേ ഇത്രയൊക്കെ തുകയുണ്ടായിട്ടും ദുരന്തം കഴിഞ്ഞ് 4 മാസമായിട്ടും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചെലവാക്കിയത് വെറും 7.65 കോടി രൂപ മാത്രമാണ്. കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കഴിഞ്ഞ നവംബർ 15-നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയത്. അപ്പോൾ ഈ റിപ്പോർട്ട് വൈകിയതാണ് സഹായം വൈകാൻ ഇടയാക്കിയതെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് എല്ലാം നഷ്ടമായവർക്ക് 1200-ഓളം വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും സർക്കാരിനെ അറിയിച്ചിരുന്നല്ലോ. അപ്പോൾ അതൊക്കെയോ? പക്ഷേ ഇങ്ങനെ വീട് നിർമ്മിച്ച് നൽകാൻ ആവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തി കൊടുക്കുന്നതിലും അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലൊക്കെ സർക്കാർ പരാജയപ്പെട്ടതായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല SDRFന്റെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കണക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ നൽകിയ തുകയുടെ കണക്ക് സർക്കാർ ഹൈക്കോടതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല.